ഇപ്പോൾ സുജയ പാർവതി എനിക്ക് ഈ പെസഹാപ്പത്തിൻ്റെ ചേരുവകളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ: പച്ചരി, ഉഴുന്ന്, തേങ്ങ, ജീരകം, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഉപ്പ് തുടങ്ങിയ സാധനങ്ങളാണ് കേട്ടോ. മറക്കണ്ട, ഒരിക്കൽ കൂടി പറയാം. പച്ചരി, ഉഴുന്ന്, തേങ്ങ, ജീരകം, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഉപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതിൽ പച്ചരി ആദ്യം കഴുകിപ്പൊടിച്ച് വറുത്തെടുക്കണം. ഉഴുന്ന് ചീനച്ചട്ടിയിൽ എണ്ണ ചേർക്കാതെ വറുത്തെടുത്ത ശേഷം വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുക്കണം. ജീരകവും തേങ്ങയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നന്നായി അരച്ചെടുക്കണം. പിന്നെ അരിപ്പൊടിയിൽ ഉപ്പും വെള്ളവും ചേർത്ത് കുഴയ്ക്കണം. അതിനുശേഷം ഉഴുന്നും മറ്റ് ചേരുവകൾ അരച്ചതും കൂട്ടി യോജിപ്പിക്കണം. കൈകൊണ്ട് കോരിയെടുക്കാവുന്ന വിധം മാത്രം വെള്ളം ചേർക്കണം. തുടർന്ന് വൃത്താകൃതിയിലുള്ള പാത്രത്തിൽ ഒഴിച്ചു വെക്കണം. ഇത്രയൊക്കെ പണി ഉണ്ടായിരുന്നു പെസഹാപ്പത്തിന്. കഴിച്ചപ്പോൾ തോന്നിയില്ല കേട്ടോ സിനോജ്. ഇതിനേക്കാൾ ഏറ്റവും നല്ല മാർഗ്ഗം നമ്മുടെ അടുത്ത ക്രിസ്ത്യ വിശ്വാസമുള്ളൊരു വീട്ടിലേക്ക് പോവുക, അവിടെ പോയി പെസഹാപ്പം ഉണ്ടോ എന്ന് ചോദിക്കുക, അത് തരിക, കഴിക്കുക. എത്ര ഗംഭീരമായിരിക്കും അല്ലേ സിനോജ്? അതെ, എൻ്റെ വീട്ടിൽ വൈകിട്ട് അമ്മയും വൈഫും കൂടെ ചേർന്ന് പെസഹാപ്പം തയ്യാറാക്കുന്നുണ്ട്. അത് ഓരോ നാട്ടിലും ഓരോ രീതിയിലാട്ടോ ഇത് തയ്യാറാക്കുന്നത്. ഇതിപ്പം ഇങ്ങനെ ചെയ്യുന്നത് ഒരു നാട്ടിലായിരിക്കും, പല രീതിയിൽ ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചുട്ടെടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അത് പുഴുങ്ങിയെടുക്കുന്നവരുണ്ട്. അതിൽ കൂട്ടുകളിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരാറുണ്ട്. അതിൻ്റെ എല്ലാ അപ്പത്തിനും പുളിപ്പില്ല എന്നത് മാത്രമാണ് പ്രത്യേകത. അതായത് പുളിപ്പിക്കാതെ പെട്ടെന്ന് ഈ നമ്മൾ അപ്പം മുറിക്കുന്ന തൊട്ട് മുൻപ് 1 മണിക്കൂർ മുൻപ് പെട്ടെന്ന് ചെയ്തെടുക്കുന്നതാണ് ഈ പെസഹാപ്പം എന്ന് പറയുന്നത്. പുളിപ്പില്ലാതെ ചുട്ടെടുക്കുന്ന അപ്പമാണ് പെസഹാപ്പം. അതിൽ കൂട്ടുകൾ ചെറിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. ഓക്കെ.